പലതരം പേരുകളിൽ അറിയപ്പെടാറുണ്ട്. പണ്ട് മുതൽ നമ്മൾ കേൾക്കാറുള്ളത് ദുഃഖവെള്ളി, ഇപ്പോൾ നമ്മൾ കേൾക്കുക പാഷൻ ഫ്രൈഡേ അല്ലെങ്കിൽ പീഡാനുഭവ വെള്ളി. അമേരിക്കയിൽ വന്നപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഗുഡ് ഫ്രൈഡേ. ഇതിലേതാണ് ശരി? ഓരോന്നിനും പ്രത്യേകമായ ചില ധ്വനികളുണ്ട്. ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ കർത്താവ് അനുഭവിച്ച യാതനകളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒരു പേരാണ്. അത് ചില പൗരസ്ത്യ സഭകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വിലാസത്തെ കുറിച്ചല്ല നമ്മൾ ദുഃഖിക്കേണ്ടത്, മറിച്ച് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ഈശോ പീഡകൾ സഹിച്ചത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഓർത്താണ് നമ്മൾ ദുഃഖിക്കേണ്ടത്. പാഷൻ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ വീണ്ടും കർത്താവിൻ്റെ ആ സഹനത്തെയാണ് കൂടുതലായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഈ വെള്ളിയാഴ്ച ദിവസം അനുസ്മരിക്കുക. അതും ഇതേ അർത്ഥം തന്നെയാണ് ഏകദേശം വരിക. എന്നാൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്ന പദമാണ്. അതിന് കാരണം ഈ പാഷൻ ഫ്രൈഡേയുടെ അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളിയുടെ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. അതായത് ഈശോ വന്നത് കുരിശിൽ മരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്റെ ജീവിത ബലി പൂർത്തിയാക്കിയില്ല എങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈശോസ്വ മനസ്സാല് ദൈവത്തിന്റെ കുഞ്ഞാടായി നമുക്ക് വേണ്ടി സ്വയം രക്തം ചിന്തി കുരിശിൽ മരിച്ചത് നമുക്ക് ഗുഡായി, നന്മയായി. അതുകൊണ്ട് അതിന്റെ ഫലത്തെക്കുറിച്ചാണ് അതിൽ ചിന്തിക്കുക. ഇവിടെ ഞാൻ നമ്മുടെ കുരിശിന്റെ വഴിയിലും ഈ പീഡാനുഭവ വിവരണത്തിലുമൊക്കെ ധാരാളം ആളുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവയെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് ഒന്ന്, ഈശോയുടെ കഷ്ടപ്പാടിന് കാരണക്കാരായ ആളുകളുണ്ട്. എന്നാൽ ചെറുക്കനെതിരെ എന്നിട്ട് പോലും ഈശോ കരുണ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈശോയുടെ ഈ പീഡാസഹനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈശോയ്ക്ക് വേണ്ട സഹായം, പിന്തുണ നൽകിയ ആളുകൾ. മൂന്നാമത്, ഈശോയുടെ ഈ പീഡാസഹനത്തിലും കഷ്ടപ്പാടിനും ഇടയിൽ ഈശോയിൽ നിന്ന് കൃപ ലഭിച്ചവർ. ഇവയെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഞാനും നിങ്ങളും വരുന്നത് എന്ന് ചിന്തിക്കുവാനും അതിനനുസരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും ദൈവത്തിന്, ഈശോയ്ക്ക് നന്ദി പറയുവാനും നമുക്ക് സാധിക്കും. ഒന്നാമത്, ഈശോയുടെ കഷ്ടപ്പാടിന് കാരണക്കാർ ആയവർ. ഒന്ന്, യഹൂദ ജനത മുഴുവനും അതിന് കാരണക്കാരാണ്. കാരണം അവര് എല്ലാ ജനങ്ങളല്ല, ഈശോയെ തിരസ്കരിച്ച ആളുകൾ. കാരണം ഈശോയെ മിശിഹായായിട്ട് അംഗീകരിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം താൻ മിശിഹായാണെന്നുള്ള സത്യം ഈശോ പറയുമ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നു. ഞാൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് നിങ്ങൾ കാണും, ഞാൻ വാനമേഖലയിൽ ഇറങ്ങി വരുന്നത് കാണുമെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാര്, പ്രത്യേകിച്ച് യഹൂദ പ്രമാണിമാര് ഈശോയ്ക്ക് എതിരായി തിരിയുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ അവരുടെ പരമാധികാര സഭയായ അവരുടെ സാങ്കേതിക സംഘമുണ്ട്. 70 പേരോളം വരും. പിന്നെ അതിന്റെ തലവനായിട്ടുള്ള കയ്യഫാസും മുൻ പ്രധാന ആചാര്യനായിരുന്ന അന്നാസും. അവര് ഇതിന്റെ പ്രധാന കുറ്റക്കാരാണ്. ഇവ നിയമാനുസൃതമായി ചെയ്യേണ്ട രീതിയിൽ പോലുമല്ല ഈശോയുടെ പരസ്യവിചാരണം ചെയ്യുന്നത്. കാരണം ഒരു പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല സാങ്കേതിക സംഘത്തിന്റെ തീരുമാനം. പക്ഷേ ഇവന് വധശിക്ഷ കൊടുത്തേ മതിയാവും. പ്രത്യേകിച്ച് അവനെ കുരിശിൽ തന്നെ കയറ്റി കൊല്ലണം. കാരണം റോമൻ സിറ്റിസൺസ് അല്ലാത്ത ആളുകൾക്ക് കുരിശിൽ അതിനിഷ്ഠൂരമായ പാപം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതായ ഒരു മരണശിക്ഷ അത് ഏറ്റവും വേദനാജനകമായി തന്നെ ഈശോയ്ക്ക് കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാരുടെ റെപ്രസെന്റേറ്റീവ് ബോഡിയായ സാങ്കേതിക സംഘമാണ് അതിൽ വലിയൊരു കുറ്റക്കാരൻ. മറ്റൊന്ന്, അപ്പസ്തോലന്മാർക്കും വീഴ്ച വരുന്നുണ്ട്. കാരണം ഈ അപ്പസ്തോലന്മാർക്ക് പെസഹയൊക്കെ ആചരിച്ച് വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ നീണ്ട ദിവസമായിരുന്നു, അവർക്കെല്ലാം ഉറക്കം വരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് എത്രയായിട്ടും ഈശോ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഗെത്സമനത്തോട്ടത്തിൽ പോകുമ്പോൾ ഈശോയ്ക്ക് ശാരീരികമായിട്ട് ക്ഷീണമുണ്ടെങ്കിലും മാനസിക വ്യഥ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ചില സമയത്ത് വളരെയേറെ മാനസിക വ്യഥ അനുഭവിക്കുമ്പോൾ കൂടെയുള്ള ഒരു ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഒന്ന് കൂടെ ആശ്വസിപ്പിക്കാനില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ കൂടി ചിന്തിച്ചു നോക്കുക. അതാണ് ഈശോ കടന്നുപോയത്. അവിടെ രക്തധമനികൾ പൊട്ടി രക്തം വിയർപ്പായി തന്നെ പോകുന്നു. അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. അത്രയേറെ കഠിനമായ വേദന അനുഭവിക്കുമ്പോഴും ഈശോ ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂർ സമയമെങ്കിലും എന്നോട് കൂടി ഇരുന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. വീണ്ടും പത്രോസ്
3 പ്രാവശ്യം ഈശോയെ നിഷേധിച്ച് പറയുന്നുണ്ട്. ഈ 3 വർഷക്കാലം കൂടെ നടന്ന ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരു യോഹന്നാൻ ഒഴികെ ബാക്കി ഒരെണ്ണത്തിനെ പിന്നെ കണ്ടിട്ടില്ല. എല്ലാവരും അവരുടെ സുരക്ഷിതത്വം നോക്കി നടന്നു. അവിടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ പോലും നമ്മുടെ കൂടെ ഒന്ന് കാണില്ല. പിന്നെ കുറെ സ്ത്രീകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇനി യേശുവിനെ ഒറ്റ കൊടുത്തതായ യൂദാസ്, അപ്പൊ അവനാണെങ്കിൽ ഈ 12 അപ്പോസ്തലന്മാർ ഒരുവനായിട്ട് എല്ലാം നടന്നു എന്ന് വരികയും അവന് പണത്തോടുള്ളതായ ആസക്തി വർദ്ധിച്ചു വന്നപ്പോൾ തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്താൽ അടിമയ്ക്കുള്ള ഒരു വിലയാണ് 30 വെള്ളിനാണയം കൊടുത്താൽ ഒരു അടിമയെ വിലക്ക് വാങ്ങിക്കാൻ. ആ നാണയം വാങ്ങിച്ചുകൊണ്ടാണ് അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഒരു സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് യഹൂദ സംസ്കാരത്തിലെ ഏറ്റവും അപമാനകരമായ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈശോയെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ ആദ്യം ഹാജരാക്കുന്നത് അന്നാസിന്റെ മക്കളിലേക്കാണ്. അതായത് പ്രധാനാചാര്യന് ഇപ്പോഴല്ല, അദ്ദേഹത്തിന്റെ മരുമകനാണ് അയ്യപ്പോസാണ് ഇപ്പോൾ പ്രധാനാചാര്യൻ, മകളെ കിട്ടിയവനാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് അറിഞ്ഞു കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതികാരമുള്ളത്. അദ്ദേഹത്തിന്റെ ആ ദേവാലയത്തിൽ നടന്ന ബിസിനസ്സിനെയാണ് ഈശോ ആ ചമ്മട്ട് കൊണ്ട് അടിച്ച് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ യേശുവിനെ അറസ്റ്റ് ചെയ്ത ശേഷം കൊണ്ടുവരുന്ന ആ അന്നാസിന്റെ ഈശോയോടുള്ള കലിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു അവസരമായിരുന്നു. അതുപോലെ തന്നെ ആ വർഷം മഹാപുരോഹിതനായിരുന്ന കയ്യഫാസ്, അതായത് ദൈവത്വം ഈശോ അവകാശപ്പെടുന്നു എന്നതിന്റെ പേരിൽ യഹൂദ നിയമപ്രകാരം മരണശിക്ഷയ്ക്ക് അവൻ അർഹനാണ്. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഞങ്ങളുടെ നിയമപ്രകാരം ഇവൻ ദൈവദൂഷണം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നത് പീലാത്തോസിനോട് ആവർത്തിച്ച് പറയുവാനും പറഞ്ഞതിനെ പ്രേരിപ്പിക്കുവാനും കയ്യഫാസ് കാരണമായിത്തീരുന്നു. ഇനി 6ാമതായിട്ടുള്ളത് പന്തിയോസ് പീലാത്തോസാണ്. പന്തിയോസ് പീലാത്തോസാണ് ഗവർണർ. അദ്ദേഹത്തിന് വേണം ഔദ്യോഗികമായിട്ട് ഈ ഡിഗ്രി പ്രഖ്യാപിക്കാൻ. കാരണം അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് പവറുണ്ട്, ജുഡീഷ്യൽ അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം വിചാരണ ചെയ്തു, പല രീതിയിലും പരീക്ഷിച്ചു നോക്കി. അദ്ദേഹം ഇവൻ കുറ്റക്കാരനല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം ഹെറോദോസ് രാജാവിന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. ഹെറോദോസ് പോലും ഇരിക്കാതെ തിരിച്ചുവിടും. അത് കഴിഞ്ഞ ശേഷം ചമ്മട്ടിയടി കൊടുക്കുന്നു. ചമ്മട്ടിയടിക്കുക എന്ന് പറഞ്ഞാൽ 1-2 അടിയല്ല, യഹൂദ നിയമപ്രകാരം ചമ്മട്ടി അടിക്കുന്നത് 40 അടിയാണ്. ആ 40 അടിയിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് ആദ്യ കാലത്തൊക്കെ ഒരു വടി കൊണ്ട് 40 പ്രാവശ്യം അടിക്കും. പിന്നീട് ഉണ്ടായ ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് 3 ചാട്ടവാർ ഉണ്ടാക്കിയിട്ട് 3 ചരട് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ഈ അസ്ഥി കഷ്ണങ്ങൾ അല്ലെ കുപ്പിച്ചിട്ട് പോലെ ചേർത്തിട്ട് അതുകൊണ്ട് 13 പ്രാവശ്യം അടിക്കും. അപ്പോൾ എത്രയായി? 39 അടി. അപ്പൊ 13 അടി കൊണ്ട് ഈ 40 അടി പൂർത്തിയാക്കാൻ പറ്റും. അവർ 40 കഴിക്കാൻ പോകരുത്. കാരണം ഒന്ന് കൂടിപ്പോയാൽ അടിക്കുന്നവൻ കുറ്റക്കാരനായി മാറുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ ചമ്മട്ടി വരെ അടിപ്പിക്കുകയും മുൾമട്ടേൽപ്പിക്കുകയും വളരെയേറെ വേദനിപ്പിക്കുകയും ചെയ്ത ശേഷം ഇതാ മനുഷ്യൻ, നിങ്ങൾ കാണും, ഇവനെ ഇനി വിട്ടയക്കാൻ പാടില്ല എന്നുപോലും പീലാത്തോസ് പറയുന്നെങ്കിലും അവസാനം ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് കൈ കഴുകിക്കൊണ്ട് അയാള് അവരെ ഈശോയെ കുരിശിലാക്കാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഭയപ്പെട്ടത് ഈ ജനങ്ങളെല്ലാം ഇളകി ഒരു ആഭ്യന്തര കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ചക്രവർത്തി തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുമെന്നുള്ള ഭയമാണ് അദ്ദേഹത്തെ പേടിപ്പിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ ഹെറോദ് അന്തിപ്പാസ്, അദ്ദേഹം ഗലീലിയിലെ ഭരണാധികാരിയാണ്, ടെട്രാർക്കാണ്. അപ്പൊ അദ്ദേഹം ജെറുസലേം ദേവാലയത്തില് ഈ വലിയ തിരുനാൾ നടക്കുന്ന അവസരത്തിൽ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ ചെന്നപ്പോഴും അദ്ദേഹം ഈശോയെ പരിഹസിച്ച ശേഷം ശിക്ഷിക്കാതെ വിടുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിലും വിടാൻ, കാരണം അദ്ദേഹം ഗലീലിയക്കാരനാണ് ഈശോ. എന്ന നിലയിൽ അദ്ദേഹത്തിന് വിടാൻ, പക്ഷെ അദ്ദേഹവും അതിനെ തുനിയുന്നില്ല, അങ്ങനെ വിടുകയാണ്. അദ്ദേഹമാണ് യോഹന്നാനെ കഴുത്തറുത്ത് കൊല്ലുവാനായിട്ട് കൽപ്പിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തത്. ഇനി വേറൊന്നാണ് റോമൻ പടയാളികൾ. നമുക്കറിയാം, ചില പോലീസുകാരുടെ ക്രൂരന്മാരായിരിക്കും നാട്ടിലൊക്കെ. അപ്പൊ അവരുടെ കയ്യിൽ ഒരു കുറ്റവാളിയെ കിട്ടിയാൽ അവനെ തിരിച്ചടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാവുന്ന സർവ്വ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈശോയെ കിട്ടിയപ്പോൾ അവർ ചെയ്യാവുന്ന പരമാവധി പണികളെല്ലാം വിദ്യാർത്ഥികളായ പട്ടാളക്കാര് ഈശോയ്ക്ക് എതിരായിട്ട് ചെയ്യുകയാണ്. പിന്നെയുള്ളത് ജനക്കൂട്ടം, അതായത് മഹാപുരോഹിതന്മാരെ ഇളക്കിവിടുകയാണ്. നിങ്ങൾ ആരെ ചോദിക്കണം? ബറാബാസിനെ വിട്ടുതരാൻ പറയണം, ഈശോയെ അല്ല. അങ്ങനെ ഈ ജനക്കൂട്ടം ഇതിന് തലേ ഞായറാഴ്ച ഓശാന പാടി ദാവീദിന്റെ പുത്രൻ ഓശാന, കാരണം ഞങ്ങളെ രക്ഷിക്കണം റോമൻ ചക്രവർത്തിയിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നു, എന്റെ രാജ്യം ഐഹികമല്ല, ഞാൻ ഇവിടുത്തെ രാജാവല്ല, എന്റെ രാജ്യം അന്യമായ രാജ്യത്വമാണെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കൊണ്ട് പോയത്. അതാണ് അവിടെ എടുക്കുന്ന സമീപനം. കാരണം തങ്ങൾ ആഗ്രഹിക്കുന്ന
രീതിയിലുള്ള ഒരു രാജാവല്ല ഈശോ. അതുകൊണ്ട് തന്നെ ഈ ജനക്കൂട്ടം പറയുന്നു, ഇവന്റെ രക്തം എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ വരുമ്പോൾ അവർ പറയുന്നു, അവന്റെ രക്തം ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളിലൂടെ വീണോട്ടുന്നു. ഇപ്പോഴും ആ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറുസലേം ദേവാലയം 70-ാം ആണ്ടിൽ പോയിട്ട് പിന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. 70-ാം ആണ്ടിൽ ആ രാജ്യം നഷ്ടപ്പെട്ടിട്ട് 1948-ലാണ് ഒരു രാജ്യമുണ്ടായത്. പക്ഷെ ഇപ്പോൾ സമാധാനം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം ആവശ്യമില്ലാതെ നമ്മളുടെ മറ്റുള്ളവരുടെ ശാപവും നമ്മുടെ പേര് മാത്രമല്ല നമ്മളുടെ തലമുറകളിലേക്ക് പോലും അത് കടന്നു വരുവാൻ ഇടയാകുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായ കള്ളന്മാരുണ്ട്. അതില് ഗസ്മാസ് എന്ന് പറയുന്ന കള്ളനാണ് ഈശോയെ പരിഹസിക്കുന്നത്. നീ മിശിഹായാണെങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്ക്, നിന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് ഈശോയെ അപമാനിക്കുകയാണ്. പിന്നെ ഈശോയെ കുരിശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ ആവർത്തിച്ചാണെന്ന് പറയുകയാണ്, നീ മിശിഹായാണെന്നല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ നീ നിന്നെ തന്നെ അങ്ങോട്ട് രക്ഷിക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങള് നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ ആളുകൾ പരിഹസിക്കുന്നു. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് ചിന്തിക്കുക. അതായത് യേശോയിൽ നിന്ന് ഈശോയ്ക്ക് പിന്തുണ കൊടുത്തവര്. എന്നാൽ ആ പിന്തുണയ്ക്കെല്ലാം തന്നെ മിക്കവാറും ആളുകൾക്ക് ഈശോ നൽകിയതായാലും ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയെ പിന്തുണച്ച ആളുകളിൽ ഒന്നാമത്തെ കാര്യം ഈശോയുടെ അമ്മയായ മറിയമാണ്. ഏത് അമ്മയാണെങ്കിലും ഈ മകൻ കുരിശിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്റെ മകനെ നീ എന്തെല്ലാം അത്ഭുതം പ്രവർത്തിച്ചവനാണ്, നിന്നെ കല്ലെറിയാവുന്നപ്പോഴെല്ലാം നീ രക്ഷപ്പെട്ടതല്ലേ, നീ ഒന്ന് രക്ഷപ്പെടാ എന്ന് പറയുന്നില്ല. കുരിശിലെ ഈ ആണികളില് കുരിശിന്റെ അടിക്കുമ്പോഴും കാലിൽ അടിച്ചു കയറ്റുമ്പോഴും ഈ ഹൃദയത്തിലേക്ക് കുത്തം കുത്തി തറക്കുമ്പോഴും ഒക്കെ ഈ അമ്മ സഹിച്ചു നിൽക്കുകയാണ്. കാരണം ഈ അമ്മയ്ക്കറിയാം, ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ ആദാമിന് പകരമായി പുതിയ ആദാമായിട്ടാണ് ഈശോ ജനിച്ചിരിക്കുന്നത്. ആ പഴയ പാപം ചെയ്ത അനുസരണക്കേട് കാണിച്ച ഹവ്വായ്ക്ക് പകരമായിട്ട് പുതിയ ഹവ്വായായിട്ടാണ് താൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് താനും തന്റെ പകരം പൂർത്തിയാക്കേണ്ടതായി പൂർത്തിയാക്കണം. അതുകൊണ്ട് ആ കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ അമ്മ ആ മകന് വേണ്ട പിന്തുണ നൽകുകയാണ്. ആ കുരിശൻ കഠിനമായി വേദനയെടുപ്പിക്കുമ്പോൾ ആ മകൻ ചിന്തിക്കുന്നത് ഈ അമ്മയെ കുറിച്ചാണ്. കാര്യം തന്നെ കസിൻസായിട്ടുള്ള ആളുകളുണ്ട്, അവരൊന്നും ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നില്ല. അവിടെ ഈ അമ്മയെ നോക്കാൻ ആരുമില്ല, യോസേഫിലാൻ മരിച്ചുപോയി, അവൾ അനാഥയാണ്, വിധവയായിരുന്നു. ഇനിയിപ്പോ ഞാനിവിടെ മരിക്കുമ്പോൾ അവൾ അനാഥയാകും, കുടുംബക്കാരെ പോലും നോക്കാനില്ല. അപ്പോഴാണ് തന്റെ ബന്ധുവായിരിക്കുന്ന യോഹന്നാനോട്, അവരാണ് അവസാനം വരെ കുരിശിൻ ചൂട് വരെ വന്നത്, ആ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. അങ്ങനെ ആ അമ്മയുടെ സംരക്ഷണം, അമ്മ മരിക്കുമ്പോഴും യോഹന്നാൻ ആ അമ്മയെ എഫോസിസിൽ കൊണ്ടുപോയി സംരക്ഷിച്ചിരുന്നു. അന്നുപോലെ തന്നെ അവൻ തന്റെ അമ്മയായി ആ മറിയത്തെ സ്വീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് പിന്തുണ നൽകിയ ആദ്യത്തെ ആള് അമ്മയാണ്. വേറെ ഒരമ്മയും അങ്ങനെ സഹിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത് ഈശോയ്ക്ക് പിന്തുണ നൽകിയ ആളാണ് യോഹന്നാൻ. ഈ യോഹന്നാന് എന്തുകൊണ്ടാണ് ബാക്കി 11 പേരും പോയപ്പോഴും കുരിശിലൂടെ ചെല്ലാൻ സാധിച്ചത്? അതിനൊരു കാരണമുണ്ട്. ഇത് നമ്മൾ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. അവന് അന്നാസിന്റെ അവിടെയുള്ള ആ കാവൽക്കാരുമായിട്ട് പട്ടാളക്കാരുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചിലർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടോ രാഷ്ട്രീയക്കാരുമായിട്ടോ ഒക്കെ ചില ബന്ധമുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ തീർച്ചയായും എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ സെബദിയുടെ പുത്രനായ യാക്കോബ് യോഹന്നാൻ, അത് ഇളയവനാണ് യോഹന്നാൻ. അപ്പൊ സെബദിയുടെ ഒരു വലിയ ബിസിനസ് ഉണ്ട്. അദ്ദേഹം വലിയൊരു മുക്കുവനാണ്, മീൻപിടുത്തക്കാരനാണ്. ആ ധാരാളം മീൻ മേടിച്ചു കഴിയുമ്പോൾ അത് കണക്കായിട്ട് മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആളാണ് സെബദി. അപ്പൊ സെബദി ഈ മത്സ്യം അന്നാസിന്റെ കൊട്ടാരത്തിലേക്കും അയ്യപ്പാസിന്റെ കൊട്ടാരത്തിലേക്ക് കൊടുത്തുവിടുന്നത് ഈ ഇളയ ചെറുക്കന്റെ കയ്യിലാണ്. അപ്പൊ അവർക്കാണ് ഒന്നെങ്കിൽ പച്ചമീൻ അല്ലെങ്കിൽ ഉണക്കമീൻ വളരെ ദൂരം പോകണം ജെറുസലേമിലേക്ക്. അപ്പൊ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതുകൊണ്ട് പരിചാരകർക്ക് ഇവനെ അറിയാം. ഇവരെപ്പോ വന്നാലും അവരുടെ എൻട്രൻസ് ഉണ്ട്, അവിടുത്തെ പട്ടാളക്കാർക്കെല്ലാം അറിയാം. ആ ഒരു സ്വാധീനം കൊണ്ടാണ് പത്രോസിനെ പോലും അടുത്ത് കയറ്റുന്നത് അന്നാസിന്റെ കൊട്ടാരത്തിൽ. പക്ഷെ പത്രോസിനെ ഐഡന്റിഫൈ ചെയ്തപ്പോഴത്തേക്കും പത്രോസ് 3 പ്രാവശ്യം തല്ലി പറഞ്ഞ് പിന്നെ കരയാൻ പോയി. പിന്നെ ഒറ്റ കുഞ്ഞ് ധൈര്യമായിട്ട് അവിടെ പോയില്ല. പക്ഷെ യോഹന്നാൻ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അതുകൊണ്ട് ഒരു പട്ടാളക്കാരും യോഹന്നാനെ തൊടുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ വരെ ചെല്ലാൻ പറ്റിയത്. മറ്റൊന്ന് ഈ മാലാവിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അവിടെ ചെല്ലുക. അതുകൊണ്ട് ഈശോ അവനൊരു ഫേവർ ചെയ്തു. തന്റെ അമ്മയുടെ സംരക്ഷണം ആ യോഹന്നാനെ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ യോഹന്നാൻ മറ്റു ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൻ ദീർഘായുസ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം മരിക്കുന്നത് യോഹന്നാനാണ്. മറ്റത് യോഹന്നാൻ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് കൊല്ലാനായിട്ട് ചക്രവർത്തി കൽപ്പിക്കുകയും റോമൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം തിളയ്ക്കുന്ന എണ്ണയിൽ അദ്ദേഹത്തെ വറുത്തു കൊല്ലാനായിട്ട് ഇട്ടുകൊടുത്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവം അത്ഭുതകരമായി അവനെ രക്ഷപ്പെടുത്തി. കാരണം തന്നെ അമ്മയെ സംരക്ഷിക്കുന്ന മകനാണ്. അങ്ങനെ വന്നപ്പോഴാണ് ചക്രവർത്തി ഓർഡർ ഇട്ടു, പാത്മോസ് ദ്വീപിലേക്ക്
യേശുവിലേക്ക് യോഹന്നാന് തിരിച്ചു വരാൻ പറ്റിയത്. ഈ മാർക്കോസിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദ്വീപിൽ വെച്ച് ഒരു ദൈവികമായ വെളിപാടുണ്ടാവുകയും അങ്ങനെ നമ്മളുടെ റെവലേഷൻ അല്ലെങ്കിൽ വെളിപാട് പുസ്തകം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ തന്നെ രക്തസാക്ഷിത്വം ഇല്ലാതെ മരിച്ച ഏക അപ്പോസ്തലൻ അദ്ദേഹമാണ്. നാച്ചുറൽ ഡെത്തായിരുന്നു ഈ യോഹന്നാന് ഉണ്ടായിരുന്നത്. ഇനി വേറൊന്ന് ഈശോയെ പിന്തുണച്ച ഒരാളെന്ന് പറയാവുന്നത് മർക്കോസാണ്. ഇന്ന് നമ്മൾ വായിച്ചു കണ്ടതുപോലെ ഈ മർക്കോസിന്റെ ഭവനത്തിൽ വെച്ചാണ്, കാരണം മർക്കോസിന്റെ അമ്മ ആയ മറിയം ഈശോയുടെ ഒരു വലിയ ഭക്തയാണ്. അവിടെ മർത്തായും മറിയവും ലാസറിന്റെയും ഭവനത്തിലെ പോലെ തന്നെ ഈശോ ജെറുസലേമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ആണ് മറിയത്തിന്റെ വീടിന്റെ 2ാം നില. മറിയത്തിന്റെ മകനാണ് മർക്കോസ്. അവിടെ കർത്താവിന്റെ അന്ത്യകാല വേളയിൽ ഈ പറയുന്ന ഡയലോഗൊക്കെ അറിഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ ഒറ്റിക്കൊടുക്കും താനിപ്പോൾ തന്റെ മണിക്കൂറായി എന്നൊക്കെ പറയുമ്പോൾ ഇവനും പലതും ഒരു പുറത്തൊക്കെ പതച്ച് ഇന്ന് പോവുകയാണ്. യസ്മനോടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോൾ മർക്കോസിനെ കണ്ടു കൊണ്ടാടക്കാർ. ഉടനെ അവനെ കയറി പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ നേരത്തെ അവന്റെ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് അവൻ ഓടി രക്ഷപ്പെടുന്നത്. ആ മർക്കോസിന് ദൈവം ഒരു ഗുണം നൽകി. ആ മർക്കോസാണ് പിന്നീട് സുവിശേഷകനായി മാറുന്നു. അദ്ദേഹം വളരെ പണ്ഡിതനാണ്. ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള ആളാണ്. കാരണം നല്ല കുടുംബത്തില് സാമ്പത്തിക സൗകര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിദ്യാഭ്യാസം മാതാപിതാക്കന്മാർ നൽകിയിരുന്നു. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പൗലോസ്ലീഹായുടെ കൂടെ യാത്ര ചെയ്ത് സുവിശേഷകനായിട്ട് പോയി. പിന്നീട് പത്രോസ്ലീഹായുടെ കൂടെ ഇവിടെ റോമിലേക്ക് പോകുന്നു. കാരണം പത്രോസ്ലീഹായ്ക്ക് ലത്തീൻ അറിയാൻ പാടില്ല. അപ്പൊ ലത്തീൻ ഭാഷ അറിയാവുന്ന ആളാണ് മർക്കോസ്. അപ്പോൾ പത്രോസ് പറയുന്നത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് മർക്കോസ്. അതുകൊണ്ട് പത്രോസിന് പ്രായം ചെന്നപ്പോൾ ആളുകൾ ആവശ്യപ്പെട്ടു, ഈ പത്രോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ഒന്ന് രേഖപ്പെടുത്തണം. പത്രോസ് ഇതൊന്നും എഴുതാൻ അറിയാൻ നോക്കുവാനാണ്. അതുകൊണ്ട് പത്രോസിന്റെ സുവിശേഷമാണ് വസ്തുവിൽ മർക്കോസിന്റെ സുവിശേഷം. അങ്ങനെ മർക്കോസ് പിന്നീട് അലക്സാണ്ട്രിയയിലും ഒക്കെ സഭയുടെ അപ്പോസ്തലനായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സുവിശേഷകനായി മാറുവാനുള്ള ഭാഗ്യം മർക്കോസിന് ദൈവം ഈശോ കൊടുക്കുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് മഗ്ദലന മറിയം. മഗ്ദലന മറിയം ഈശോയുടെ ആ ഗാവക്കാരിലേക്കുള്ള യാത്രയിൽ ഈശോയെ മറ്റു സ്ത്രീകളോട് അനുഗമിക്കുകയും കുരിശിൻ ചുവട്ടില് മാതാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഉദ്ധാനത്തിന് ആദ്യം പോയി സാക്ഷ്യം നൽകുവാൻ സാധിച്ചത് മഗ്ദലന മറിയത്തിനാണ്. കാരണം മഗ്ദലന മറിയവും മറ്റൊരു മറിയവും ഒക്കെയാണ് സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് അവര് കബറടക്കത്തിലേക്ക് ചെല്ലുക. അപ്പോഴാണ്, കാരണം അപ്പോസ്തലന്മാർക്ക് എല്ലാം പേടിയാണ്, അങ്ങനെ അപ്പോഴാണ് കല്ലറ ശൂന്യമായിരിക്കുന്നതും ഈ ഈശോ ഉദ്ധാനം ചെയ്ത കാര്യം അറിയുന്നത്. അതുകൊണ്ട് ഈശോ അവരോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഈ ശിഷ്യന്മാരോട് പറയണം ഞാൻ ഗലീലയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുള്ള അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ മഗ്ദലന മറിയത്തിനാണ്. ആ രീതിയിലും ഈശോ അവിടെ സമ്മാനം നൽകുന്നുണ്ട്. പിന്നെ ഒന്നാണ് സൈനികാരനായ ശിമയോൻ. ഈ ശിമയോൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുമ്പോഴാണ് കുരിശിൽ ചുമന്നുകൊണ്ട് ഈശോ പോകുന്നത് കാണാനായിട്ട് അവനെ നോക്കി നിൽക്കുമ്പോഴാണ് പട്ടാളത്തിൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ കുരിശ് നോക്കാൻ പറഞ്ഞു. കാരണം ഈശോ കുരിശിൽ ചുമന്നങ്ങ് പോയാൽ ഇതിനിടയ്ക്ക് വെച്ച് മരിച്ചു പോകും. പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം ഇവനെ കുരിശിൽ കയറ്റിയിട്ട് വേണം പോലെ, അതിന് മുമ്പ് മരിച്ചാൽ പട്ടാളക്കാർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഈശോ അത്രയേറെ തളർന്നു കഴിഞ്ഞതുകൊണ്ട് ഈ കുരിശ് ചുമക്കാൻ പറഞ്ഞാൽ ഈ കടുവനെ ചുമക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? കാരണം ബാക്കി ഒരുപാട് കാഴ്ചക്കാർ ഇങ്ങനെ 2 സൈഡിൽ നിൽക്കുകയാണ്. അപ്പം ഈശോയുടെ കൂടെ കുരിശിൽ ചുമന്നുകൊണ്ട് ഇവ പോവുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേടില്ല. പക്ഷെ ഈശോ ധാരണമായി അവനെ നോക്കിയപ്പോൾ അവൻ ആ കുരിശിൽ ചുമക്കാൻ തയ്യാറായി. അപ്പൊ ഈശോയുടെ കൊടുത്ത സമ്മാനം എന്താണ്? അപ്പോൾ അത് ഇന്നത്തെ വായനയിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളുടെ 2 പേര് സഭയിലെ പ്രോമിനന്റ് ലീഡേഴ്സായി. അവരുണ്ടായ മാനസാന്തരം. അപ്പൊ നമ്മള് ചിലപ്പോൾ മക്കളുടെ അഭിമാനം കൊള്ളും. ചിലര് അറിയപ്പെടുന്നത് ഇനി ആളുടെ മകൻ എന്നാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ മക്കളുടെ പിതാവായിരുന്നു ഈ സൈനികനായ ശിമയോൻ. അപ്പോൾ അങ്ങനെ അന്നത്തെ പോപ്പുലറായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അറിയാവുന്ന ആളാണ്. സഭയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിക്കുന്നവരാണ് അലക്സാണ്ടറും റൂഫസും. അപ്പൊ ആ കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് അതിന്റെ അനുഗ്രഹം ദൈവം കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു. പിന്നെ വേറെ നമ്മൾ കാണുക, ഈ കുരിശിൽ ചുമന്നു പോകുമ്പോൾ ജെറുസലേമിലെ ഭക്തരായ ചില സ്ത്രീകൾ ഈശോയുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈശോ മറിച്ച് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരോട് പറയുകയാണ്, ജെറുസലേമിലെ പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട. പക്ഷെ നിങ്ങൾ ആരെ ഓർത്ത് വിലപിക്കണം? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കണം. ചിലപ്പോൾ വികാരിച്ചുമാർക്ക് പറയാനുള്ളത്,
നിങ്ങൾ വികാരിച്ചിനോർത്ത് വിഷമിക്കേണ്ട, ഇതൊക്കെ ഞങ്ങൾ സഹിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കണം. കാരണം നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങളുടെ മക്കൾ വേറെ വഴി പോകും. അതാണ് ഈശോ പറയുന്നത്. കാരണം എന്നാണ്? ഈശോയെ അംഗീകരിക്കാത്ത മക്കള് എവിടെ നിന്ന് അവസാനിക്കും? 70-ാം ആണ്ടിൽ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം നിങ്ങളെല്ലാം അടിച്ചു നിരത്തും, എല്ലാവരെയും കൊന്നുകളയും, കെട്ടിടങ്ങൾ നശിപ്പിക്കും, ജെറുസലേം ദേവാലയം തകരും, രാജകൊട്ടാരങ്ങളൊക്കെ തീരും. എന്നിട്ട് നിങ്ങളെ അടിമകളായി കൊണ്ടുപോകും. കുറെ എണ്ണത്തിനെ കൊല്ലും, കുറെ എണ്ണത്തിന് അടിമകളായി പോകും, എല്ലാവരും ചെറുവിച്ച് കളയും. അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കൾ രക്ഷയുടെ മാർഗം നേടണം. അതുകൊണ്ട് നേടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയുക. ഇനി വേറെ ഒന്ന്, നമ്മളെ സുവിശേഷം രേഖപ്പെടുത്താത്തതൊന്നും അതുപോലെ തന്നെ നമ്മൾ കുരിശിന്റെ വഴിയിൽ അനുസ്മരിക്കുന്നതുമായ വേറൊരു കഥാപാത്രമുണ്ട്. അതാണ് വെറോണിക്ക. വെറോണിക്കയെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലെങ്കിലും സമാന ഗ്രന്ഥങ്ങളായിട്ടുള്ള ആക്ട്സ് ഓഫ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു അപ്രമാണിക ഗ്രന്ഥത്തില് വെറോണിക്കയെ കുറിച്ച് പറയുന്നുണ്ട്. വെറോണിക്ക എന്ന് പറഞ്ഞാൽ വേറെ എന്ന് പറയുന്നത് ട്രൂ, അതിന്റെ ഐക്യം എന്നുള്ളതാണ്. ട്രൂ ഐക്യം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവള് വളരെ വേദനയോടുകൂടി, അവളെ പറ്റി പറയുന്നത് 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ ഈശോ വലിയ ജനക്കൂട്ടത്തിനും കൂടെ പോകുമ്പോൾ അതിന് ഇടയ്ക്കൂടെ ചേർന്ന് ഈശോയുടെ വസ്ത്രത്തിന്റെ വെളിവിൽ പിടിച്ചവളാണ്. അപ്പോഴാണ് അവരുടെ രക്തസ്രാവം നിൽക്കുകയും ഈശോ പറഞ്ഞു ആരെന്നെ സ്പർശിച്ചു എന്ന് ചോദിക്കുകയും അപ്പോഴാണ് അവൾ അവളുടെ സാക്ഷ്യം പറയുന്നു. ആ അവളാണ് ഈശോയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈശോ ജെറുസലേമിലൂടെ ഇങ്ങനെ കുരിശു ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ കണ്ണിലൂടെ രക്തവും ഉയർപ്പും ഒക്കെ വരുന്നു. ഈശോ കുരിശു ചുമക്കുന്ന ഈശോയ്ക്ക് മുഖം തുടയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അവൾ അവളുടെ തുവാല എടുത്ത് ഈശോയുടെ മുഖം തുടയ്ക്കുമ്പോൾ ഈശോയുടെ ഗിഫ്റ്റായി കൊടുക്കുന്നതാണ് തന്റെ മുഖത്തിന്റെ ഛായ. ആ ഛായാചിത്രമാണ് ടൈബീരിയസ് ചക്രവർത്തിക്ക് കുഷ്ഠരോഗമോ അതുപോലെ ഗൗരവമായ രോഗമോ പിടിപെട്ടപ്പോൾ ഈ തുവാല കൊണ്ട് ധാരാളം പേർക്ക് അത്ഭുതം ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ചക്രവർത്തി പോലും ആവശ്യപ്പെട്ട് ആ തുവാല അവിടെ കൊണ്ടുപോവുകയും അവിടെ ചക്രവർത്തിയുടെ സുഖം പ്രാപിക്കുകയും ചെയ്തുവെന്നും ഐതിഹ്യമുണ്ട്. അവളുടെ അതാണ് ഈശോ അവൾക്ക് കൊടുത്തതായ സമ്മാനം, അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോയുടെ മുഖഛായയുള്ളതായ ഒരു തുവാല. വേറൊന്ന് ക്ലെയോപാസിന്റെ ഭാര്യ മറിയവും സലോമിയും. അതായത് ഈശോ കഷ്ടപ്പെടുന്ന ആ സമയത്ത് ധൈര്യത്തോടെ ഈശോയുടെ അടുക്കൽ ചെന്ന് മഗ്ദലന മറിയത്തിന്റെ കൂടെ മാതാവിന്റെ കൂടെ ഈശോയോടൊത്ത് അനുധാവനം ചെയ്യുന്ന ആ സ്ത്രീകളാണ്. വേറൊന്ന് ഈശോനെ അരിമത്ഥ്യക്കാരനായ ജോസഫ്, അദ്ദേഹം സാങ്കേതിക സംഘത്തിലെ അംഗമാണ്. ഈശോയ്ക്ക് വേണ്ടി ന്യായം പറയുന്നവര്. അതോടൊപ്പം തന്നെ അവര് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ആരടക്കം അനാഥപ്രേതം പോലെയായി. മാതാവിനോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ ഈ പഠനമില്ല. ബാക്കി അപ്പോസ്തലന്മാരെല്ലാം ഓടി ഓടിച്ചു. കാരണം ഇവരെല്ലാം ഗലീലിയക്കാരാണ്. ഇവിടെ ഈശോ മരിച്ചിരിക്കുന്നത് ജെറുസലേമിലാണ്. അങ്ങനെ ഒരു അനാഥപ്രേതം പോലെയായി. അപ്പോഴാണ് അതുവരെ രഹസ്യമായിട്ടിരുന്ന ആരാധകനായിരുന്ന അരിമത്ഥ്യക്കാരൻ ജോസഫ് വന്നിട്ട് പറയുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഒരു കൂട്ടി കരുതി വെച്ചാൽ ഇതുവരെ ആരെയും അടക്കാത്ത കല്ലറയുണ്ട്, ആ കല്ലറ ഞാൻ തരാം. അതുകൊണ്ട് തന്നെ അവനാണ് പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിക്കുന്നത്. കാരണം റോമാക്കാർ സാധാരണഗതിയിൽ ഒരാളെ കുരിശിൽ തറച്ചാൽ അവന്റെ ശരീരം വെട്ടി താഴെയിടും, പിന്നെ കഴുകന്മാരും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ അതിന്റെ മാംസം തിന്നുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവർ അടക്കാറില്ല. എന്നാൽ യഹൂദന്മാർക്ക് അങ്ങനെയല്ല, അവർക്ക് അപ്പോൾ തന്നെ അടക്കണം, ശാബത്തിന് മുമ്പ് തന്നെ അടക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം പോയി സ്വാധീനം ഉപയോഗിച്ച് പീലാത്തോസിന്റെ അനുവാദം മേടിച്ച് ഈശോയെ അടക്കാനായിട്ട് നേതൃത്വം കൊടുക്കുകയും തന്നെ തന്നെ കല്ലറ, വലിയ കല്ലറ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇനി വേറൊന്നാണ് നിക്കോദേമോസ്. നിക്കോദേമോസാണ് ഒരു രാത്രി ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് മാമോദിസയെ കുറിച്ചൊക്കെ ഈശോ പറയുന്നത്, ആത്മാവിലും സത്യത്തിലും ഒക്കെ നീ വീണ്ടും ജനിക്കണം എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയാണ്. അവരും ന്യായാധിപസംഘത്തൊക്കെ ഈശോയെ ന്യായീകരിക്കുന്നുണ്ട്, പക്ഷെ പരസ്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവനാണ് വലിയ ധനം മുടക്കി സുഗന്ധദ്രവ്യങ്ങളുമായി ഈശോയെ സംസ്കരിക്കാൻ കൊണ്ടുവന്നത്. അപ്പോഴേക്കും 6 മണിക്ക് മുമ്പ് അടക്കിയിരിക്കണം. അതായത് സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ശാരദമായി ശനിയാഴ്ചയാവും. അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടുവന്നു. പക്ഷെ അതിന് സഞ്ചരിച്ച വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ വേറൊന്ന് പീലാത്തോസിന്റെ ഭാര്യയാണ്. അവളുടെ പേര് ക്ലോഡിയ പത്രോവ എന്നാണ് അവളെ അറിയപ്പെടുന്നത് പരമ്പരാഗതമായിട്ട്. അവൾക്കുണ്ടായ സ്വപ്നത്തിന്റെ വെളിച്ചത്തിൽ അവളും പീലാത്തോസിനെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്. കാരണം അവൾ പീലാത്തോസിനെ അറിയുന്നത് അദ്ദേഹം നീതിമാനാണ്, ആ നീതിമാനെ ഒന്നും ചെയ്യരുത്, അവൻ നിമിത്തം ഞാൻ സ്വപ്നത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ടു. പക്ഷേ പീലാത്തോസ് അപ്പോഴും ഭാര്യ ഇങ്ങനെയൊക്കെ പറയും, എനിക്കെന്റെ അധികാരമാണ് പ്രശ്നം, അതുകൊണ്ടാണ് അത് അവളെ ശ്രമിക്കാതെ പോയത്. പക്ഷെ അവളും ഈശോയെ പിന്തുണയ്ക്കുന്ന ഗുണത്തിൽപ്പെട്ടവരാണ്. ഇനി ഈശോയുടെ കഷ്ടപ്പാടുകളിലും ഈശോയെ ധാരാളം കുറവ് നൽകുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ആരൊക്കെയാണ്?
ഒന്ന്, ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ശിഷ്യന്മാർക്കെല്ലാം പേടിയുണ്ട് ഈശോയെ യഹൂദന്മാർ എപ്പോഴെങ്കിലും പിടിക്കുമെന്ന്. അതുകൊണ്ട് ഇവർ ചെറിയ കടാരൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. പണ്ടൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ചിലവിടേക്ക് തോക്ക് കാണും, എന്തെങ്കിലും ശല്യം വന്നാൽ നമുക്ക് വിചാരിച്ചു. അപ്പൊ പക്ഷെ പത്രോസിന് വാളുണ്ടെങ്കിലും ശരിക്കും ഉപയോഗിക്കാനൊന്നും വലിയ ഒരുപാടില്ല. കാരണം പ്രധാന ആചാര്യന്റെ പരിചാരനെ അവൻ വെട്ടിയപ്പോൾ അവൻ തല വെട്ടിച്ച് കാണും, അവന്റെ ചെവിയാണ് ചെരിച്ച് കാണുന്നത്. പക്ഷെ ഈശോ എന്താണ് ചെയ്യുന്നത്? വാള തന്റെ ഉറയിലെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈശോ ആ ചെവി മുറിഞ്ഞു പോയ ചെവി എടുത്ത് അവനെ സുഖപ്പെടുത്തുകയാണ് ഈ മാർക്കൂസിനെ. ഇനി യേശുവെ കുരിശിക്കുന്നതിന് ഈശോയെ വേണം, ബറാബാസിനെ വിടണോ എന്ന് പറയുമ്പോൾ ജനങ്ങള് ഈശോയെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ബറാബാസിനെ കൊല്ലുമായിരുന്നു. പക്ഷേ ഈശോയെ തന്നെ അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് ബറാബാസ് മോചിതനായി. നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ബറാബാസിനെ പോലെ നമ്മളും വിമോചിതരായിരിക്കുന്നത് ഈശോയുടെ നീതീകരിക്കപ്പെടുന്ന ഈ കുരിശുമരണത്തിലൂടെയാണ്. പിന്നെ ഈശോയുടെ കൂടെ ക്രൂശിക്കപ്പെട്ട വേറൊരു കുറ്റവാളി ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ദീസ്മാസ്. അവന് ഈശോയെ ന്യായീകരിച്ചു. അവസാന നിമിഷത്തിലും അവൻ തന്റെ കുറ്റം ഏറ്റു പറഞ്ഞു, എടാ നമ്മൾ കുറ്റക്കാരാണ്, അദ്ദേഹം നീതിമാനാണ് എന്ന് പറഞ്ഞ് തന്റെ സഹ കുറ്റവാളിയെ അവൻ ശാസിക്കുക പോലും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ ഈശോയോട് വാപ്പപേക്ഷിക്കുകയാണ്, യേശുവെ നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. അതുകൊണ്ട് മരണത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും നമുക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട് എന്നുള്ളത് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഈശോ അവന് ആ അന്തിമ ദിവസത്തിൽ പോലും അവൻ എല്ലാ പാപങ്ങളും മോഹിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കണം. എന്താ പർദീസ എന്ന് പറഞ്ഞാൽ ആദിമാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട ആ സ്വർഗ സൗഭാഗ്യം, ആ പർദീസ. ഇനി വേറൊരാളാണ് ഈശോയെ കുരിശിൽ തറച്ചയക്കുന്ന എല്ലാം നേതൃത്വം കൊടുത്ത ആളാണ്. അവിടെ പിലാത്തോസിന്റെ അരമന മുതൽ ഈ ചമ്മന്തിക്കും ഈ വീടും എപ്പോഴും സൈനികാർ ക്ഷമനെ ഏൽപ്പിക്കുന്നത് കുരിശിൽ ആളുകൾ തറയ്ക്കുന്നതിനും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. 100 പട്ടാളക്കാരുടെ മേൽ അധികാരമുള്ള ഒരു ശതാധിപൻ. ഈ ശതാധിപൻ അവസാനം കുരിശിൽ തറഞ്ഞ് അവിടെ അട്ടുച്ചയായപ്പോഴേക്ക് 3 മണിക്കൂർ നേരത്തേക്ക് അന്ധകാരം, വലിയ ഭൂകമ്പം, ഇതെല്ലാം ഉണ്ടാകുന്നു. ഈശോ എത്രയേറെ സഹിഷ്ണുതയോടുകൂടി കുരിശുമരണത്തിന് കയ്യും കാലും ഞെട്ടിക്കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അയാൾക്ക് പോലും മാനസാന്തരമുണ്ടായി. അതായത് തന്നെ കുരിശ് തറയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്ത വിജാതിയായ പട്ടാളക്കാർക്ക് പോലും ഈശോ ആ സമയത്ത് മാനസാന്തരം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേറൊന്നാണ്, ഈശോ കുരിശിൽ കിടക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒരു മുണ്ടം കൊണ്ട് കുത്തി തുടച്ച് തന്റെ ഹൃദയത്തിൽ നിന്നുള്ള അവസാനത്തുള്ളി രക്തം വരെ ചിന്തിക്കുന്ന ഒരു ഭാഗികമായി അന്ധനായിരുന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു ശതാധിപനായിരുന്നു. അവരുടെ പേരാ പറയുന്നത് ലൊങ്കിനോസ് എന്നാണ്. ഈ ലൊങ്കിനോസ് ഇത് കുത്തി തുടച്ചപ്പോൾ പാരമ്പര്യം അനുസരിച്ച് ഈശോയുടെ ഹൃദയത്തിൽ നിന്നും രക്തവും വെള്ളവും, അതായത് പെരികാർഡിയം ഫ്ലൂയിഡാണ് വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ചുറ്റിലുമുള്ള മസിൽസിന്റെ ഉള്ള ഫ്ലൂയിഡ് വെള്ളം പോലെ ഇരിക്കും. അപ്പൊ ആ ഫ്ലൂയിഡ് ഉൾപ്പെടെ വന്ന് അവന്റെ കണ്ണിൽ പതിച്ച് അവന് പോലും കാഴ്ച ലഭിച്ചു. ഈശോ അത്രയും കൂടി അത്ഭുതം ആ സമയത്ത് നൽകിയെന്നാണ് പറയുക. അവസാനമായിട്ട് സർവ്വജനങ്ങൾക്കും വേണ്ടി സ്വർഗ്ഗരാജ്യം തുറക്കുന്നു. എങ്ങനെയാണെന്ന് അറിയുക? വിശുദ്ധഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതുവരെ ഒറ്റ ശില കൊണ്ടാണ്, കട്ടികൂടിയ ഒറ്റ ചുവന്ന ശില കൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം മറച്ചിരിക്കുക. അതിവിശുദ്ധ സ്ഥലത്ത് ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന ദിവസം, അതായത് ആണ്ടിലെ അവസാനം അല്ലെങ്കിൽ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ മാത്രം തന്നെ വെളിയർപ്പിച്ച ആടിന്റെ രക്തവുമായി അകത്ത് പ്രവേശിച്ച് തന്റെയും ലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായിട്ട് ആ രക്തം സമർപ്പിക്കുന്ന ദിവസമാണ്. അതുപോലെയാണ് ഈശോ നമ്മുടെ എല്ലാത്തിന്റെയും പാപപരിഹാരമായിട്ട് തന്റെ രക്തമായി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ തുറക്കുകയാണ്. അപ്പോൾ ആ തിരശ്ശീല മുകളിൽ നിന്ന് 2ആയി കീറി. ഇവിടെ ഒരു തിരശ്ശീല ഉണ്ടെങ്കിൽ ഒരു പിച്ചാത്തി കൊണ്ട് നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്കാണ് കീറുക. കാരണം ആ മനുഷ്യൻ കീറുന്നത് അങ്ങനെ. എന്നാൽ ദൈവമാണ് കീറിയത്. മുകളിൽ നിന്ന് താഴേക്ക് കീറി ആ തിരശ്ശീല 2ആയി ഇതാ ഈശോ സ്വർഗം തുറന്നിരിക്കുന്നു. ആർക്കു വേണ്ടി? പ്രധാന പുരോഹിതന് മാത്രമല്ല, അതുവരെ ദൈവഭരണത്തിന് പ്രധാന പുരോഹിതന് മാത്രമാണ് പ്രവേശിക്കാമായിരുന്നെങ്കിൽ ഇതാ ഇനി ഈശോയുടെ സുവിശേഷം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഈശോ രക്ഷ വാഗ്ദാനം ചെയ്ത് സ്വർഗം തുറന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും, ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടെ ഈശോ നമുക്കായി ആ രക്ഷ നൽകിയിരിക്കുന്നു. അങ്ങനെ തന്റെ പീഡാനുഭവത്തിന്റെ സമയത്ത് ഈശോ നിഷ്ക്രിയനായിരിക്കുക. ആ സമയത്ത് പോലും
ഈശോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ കേരളത്തിൽ 1977 മരിച്ച മഹാനായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്കമാലി ഭാഗത്താണ്, ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞു. ദേശീയമായിട്ടും സംസ്ഥാന തലത്തിലും ധാരാളം അവാർഡുകളും വേണ്ടിയിട്ടുള്ള വളരെ ദാർശനികമായ കവിതകൾ എഴുതുന്ന ഒന്നാണ്. ഞാൻ ചെറുപ്പം മുതൽ കാണാപ്പാടം പഠിച്ചിരിക്കുന്ന ഒരു കവിത അദ്ദേഹത്തിൻ്റെതുണ്ട്. അദ്ദേഹം എന്താണ് പാടുക? വീണു ഞാൻ ആകാശത്തിൻ അത്യഗാധതയെങ്കിൽ താഴുപോയേക്കാം, അല്ലെന്നാളിൽ ഭസ്മമായേക്കാം, തീരെ ക്ഷുദ്രനാം എന്നെ പെണ്ണ ലോകവും വിസ്മരിച്ചേക്കാം, എന്നാലും ഇത് സത്യം, ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂമിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ മരിച്ചിട്ട് ഈ മണ്ണിൽ എന്നെ കുഴിച്ചിടാം, അല്ലെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരം എന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി കളയാം. എന്നാലും ഒരു കാര്യം സത്യമാണ്, ഈ ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഈ സഹനത്തിൽ നിന്നുണ്ടായ ആ ചൂളയിൽ നിന്നുണ്ടായിരുന്ന വെളിച്ചം കൊണ്ട് ഈ ഭൂമിക്ക് ഞാൻ പ്രകാശം നൽകി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഭൂമിക്ക് വെളിച്ചം കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ വെളിച്ചത്തെ ഊതിക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ ഞാൻ മറ്റുള്ളവന്റെ വെളിച്ചം കൊണ്ട് നശിപ്പിക്കാൻ നോക്കും. അല്ല, അതാണ് ശങ്കരക്കുറുപ്പ് പറഞ്ഞത്, ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഈ ഭൂമിക്ക് ഞാൻ ആ ചൂളയിൽ നിന്ന് പ്രകാശം നൽകി. അതാണ് ഈശോ ചെയ്തത്. ഈശോ ഇവിടെ വരുമ്പോൾ തന്നെ വേദനിപ്പിക്കുമ്പോഴും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി പാടുപിഴകൾ സഹിക്കുമ്പോഴും അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് സ്നേഹം പകരുന്നു, അവർക്ക് അത്ഭുതങ്ങളിലൂടെ പോലും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മൾ കാണുക. ഈ ഈശോയുടെ കുരിശുമരണത്തിൽ ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആളുകളോട് നമുക്കുള്ള സമീപനം എന്താണ്? നമ്മൾ അവരെ സഹായിക്കുകയാണോ? അവരെ ഒന്നുകൂടി പാതാളത്തിലേക്ക് തള്ളിക്കളയുകയാണോ? അതുകൊണ്ട് നമ്മുടെ പാപത്തിലൂടെ നമ്മൾ ഈശോയെ ഒറ്റിക്കൊടുക്കുകയാണോ? മറ്റുള്ളവരെ പീഡിപ്പിക്കുകയാണോ? ഭയത്താൽ നമ്മൾ അപ്പസ്വരന്മാരെ കൊണ്ട് ഓടി ഒളിക്കുകയാണോ? അതോ വിശ്വാസത്തിന്റെ സ്നേഹത്തിലും യോഹന്നാനെ പോലെ, മറിയത്തെ പോലെ, അല്ലെങ്കിൽ ഭക്തരായ മറ്റു സ്ത്രീകളെ പോലെ, ശിമിയോനെ പോലെ ഈശോയെ പിന്തുണയ്ക്കുവാൻ, ഈശോയുടെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ പീഡാനുഭവ വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവമല്ല, നമ്മളുടെ പീഡാനുഭവമാണ്. നമ്മുടെ പാപത്തിന്റെ ഫലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നല്ല ഫലം ഈശോ നമുക്ക് നൽകിയെങ്കിൽ ആ നല്ല ഫലത്തിന് പ്രാപ്തരാകത്തക്ക വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കൂടെ